നമ്മൾ ചെമ്മാട് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രൊജക്റ്റാണ്. ഇവിടെ ചെയ്തിട്ടുള്ളത് കയറി വരുന്നോട്ട് റഫ് ബ്ലാക്ക് കോബിള് ഗേറ്റിൻ്റെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ 4x2 സൈസിൽ ബാംഗ്ലൂർ സ്റ്റോൺ ഫ്ലൈവുഡ് ഹാഫ് കട്ട് 50 mm തിക്നെസ് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. സൈഡിൽ കുറച്ച് ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കലാത്തിയ പിന്നെ ഓൾറെഡി ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ് ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്, ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ബോർഡറിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിയറ്റ്നാമിൻ്റെ ഗ്രാസ് ഇവിടെ ബോർഡറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വരികയാണെങ്കിൽ മനോഹരമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഭംഗിയുള്ളൊരു സൈറ്റാണിത്. അവിടെ പോർച്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഉയർത്തിയിട്ട് നമ്മൾ ഈ 4x2 സൈസ് സ്റ്റോൺ തന്നെ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ പോർച്ച് ഉണ്ടാക്കുമ്പോൾ അവർക്ക് കുറച്ച് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ലോൺ ഏരിയയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ്റെനൻസ് ഒന്നുമില്ല. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആകുമ്പോൾ ലോ മെയിൻ്റെനൻസ് ആണ്. വെള്ളമടിക്കണമെന്നോ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. നല്ല തിക്നെസ്സുള്ള എപ്പോഴും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചൂസ് ചെയ്യുമ്പോൾ നല്ല ഹൈ ഡെൻസിറ്റി ഹൈ ഡിറ്റക്സ് നല്ല തിക്നെസ്സുള്ള ഗ്രാസ് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കത് വളരെ തിക്ലി പിന്നെ ഒരു നല്ലൊരു ഫീൽ കിട്ടും. ലോ ക്വാളിറ്റി ഗ്രാസുകൾ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോഴും ഗ്രാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇവിടെയൊക്കെ നമ്മൾ ബൗണ്ടറിയിൽ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെ കൊടുത്തിട്ടുണ്ട്. വെള്ളം മേലെന്ന് വെള്ളം വീഴുമ്പോൾ നമുക്കിവിടെ മതിലുമിലൊന്നും ചളിയാവുന്നില്ല. ഇപ്പോൾ കല്ലിലാണ് വീഴുക അല്ലെങ്കിൽ പുല്ലിലാണ് വീഴുക. ആർട്ടിഫിഷ്യൽ ഗ്രാസ് നല്ലൊരു ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. നല്ല തിക്ലി ആയിട്ടുള്ള ഗ്രാസാണിത് എടുത്തു പറയുകയാണെങ്കിൽ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പാത്ത് വേ ഒരു കടപ്പ 2x1 സൈസ് ജസ്റ്റ് ഒരു പാത്ത് വേ കൊടുത്തിട്ടുണ്ട്.